സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ സി.പി. മാത്യു നടത്തുന്നത് യു.ഡി.എഫ് നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണ് എന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് പറഞ്ഞു. സി.പി. മാത്യുവിന്റെ അധിക്ഷേപത്തിനിരയായ ലിസി ഇന്ന് ഇടുക്കി പോലീസിൽ മൊഴി നൽകി. തുടർന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. മുൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രനെ ഉൾപ്പെടെ അധിക്ഷേപിച്ച സി.പി. മാത്യു തന്റെ പതിവ് ശൈലി തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി എന്ന് ലിസി ജോസ് ആരോപിച്ചു. ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടും ഇയാൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കാത്തത് അവർ സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്നതിന് ഇയാൾക്ക് ഒത്താശ ചെയ്യുന്നതിന്റെ തെളിവാണ് എന്നാണ് ലിസി ജോസ് ആവർത്തിക്കുന്നത്. റോയി കെ പൗലോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വാഴത്തോപ്പ് പള്ളിത്താഴത്ത് വച്ചാണ് ലിസി ജോസിനെ അധിക്ഷേപിച്ചുകൊണ്ട് സി.പി. മാത്യു പ്രസംഗിച്ചത്. മാത്രമല്ല, കഞ്ഞിക്കുഴിയിലെ കോൺഗ്രസ് നേതാവായ രാജേശ്വരിയോട് താൻ ബ്ലൗസ് വലിച്ചുപറിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും 50ഓളം യുവാക്കളെ കാപ്പിപ്പത്തലുമായി സംഘർഷത്തിന് തയ്യാറാക്കി രംഗത്തിറക്കിയിരുന്നു എന്നും സി.പി. മാത്യു വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് മാധ്യമങ്ങളിൽ വന്നതോടുകൂടി ഇയാൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ സി.പി. മാത്യുവിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. എന്നിട്ടും ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള ഒരു നടപടിയും കോൺഗ്രസ് നേതൃത്വം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇതിനിടെയാണ് ലിസി ജോസ് തന്റെ പരാതിയുമായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. SC/ST വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആകമാനം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് ബ്ലൗസ് വലിച്ചു കീറി പ്രതികരിക്കണം എന്ന് രാജേശ്വരിയോട് സി.പി. മാത്യു ആഹ്വാനം ചെയ്യുന്നത്. ആ ഒപ്പം ഞാൻ സായിപ്പിൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് എന്നെ അധിക്ഷേപിച്ചതും എനിക്ക് മാനസികമായി വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞാൻ മൊഴി കൊടുത്തപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുക്കണമെന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. UDFിൻ്റെ നേതൃത്വത്തിൻ്റെ നല്ല അറിവോടും സപ്പോർട്ടോടും കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം ഇദ്ദേഹം എത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു പരാമർശം വന്നു കഴിഞ്ഞാൽ അതിനൊരു താക്കീത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരാമർശങ്ങളിൽ നിന്നും ഒഴിവാകണം എന്ന് പറയുകയോ ചെയ്തിട്ടുള്ളതായിട്ട് ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ എല്ലാം സപ്പോർട്ട് ഇതിനുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സി.പി. മാത്യു രാജിവെക്കുക മാത്രമല്ല, സ്ത്രീ സമൂഹത്തോട് മുഴുവൻ മാപ്പ് പറയണമെന്നും ലിസി ജോസ് ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ ഇടുക്കി.